ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 29 അധ്യായത്തിൽ നിന്ന് നമുക്ക് ദൈവിക മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന കാര്യം, ഇസഹാക്ക് യാക്കോബിനോട് പറയുന്നുണ്ട്, നീ ഇവിടെയുള്ളതായിരിക്കുന്ന ഹിത്യ സ്ത്രീകളിൽ നിന്ന്, കനാനി സ്ത്രീകളിൽ നിന്നൊന്നും നീ ഭാര്യമാരെ എടുക്കരുത്. നീ നിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ അടുക്കൽ പോയി അവരുടെ പുത്രിമാരിൽ നിന്ന് ഒരാളെ നീ ഭാര്യയായി എടുക്കുക എന്ന് പറഞ്ഞ് ഇസഹാക്ക് യാക്കോബിനോട് പറയുന്നുണ്ട്. അങ്ങനെ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് യാത്രയാകുന്ന വഴിമധ്യേ താനൊരു ദർശനം കാണുന്നു. ദൈവം തന്നോട് സംസാരിക്കുന്നു. അങ്ങനെ യാക്കോബ് ദൈവവുമായിട്ടൊരു നേർച്ച നേർന്നു മുന്നോട്ട് പോകുന്നതായിരിക്കുന്ന യാത്രയാണ് 28 അധ്യായത്തിൽ നമ്മൾ കണ്ടതെങ്കിൽ 29 അധ്യായത്തിൽ അങ്ങനെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്ത് എത്തി എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ആ ദേശത്തെത്തി അവൻ വെളിം പ്രദേശത്ത് ഒരു കിണർ കണ്ട് ആ കിണറിനരികെ ഇരിക്കുന്നതായിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഇടയന്മാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എൻ്റെ ഇവിടെ ഒരു കസിനുണ്ട്, ലാബാൻ്റെ വീട് നിങ്ങൾ അറിയുമോ, നാഹോരിൻ്റെ മകനായ ലാബോനെ അറിയുമോ എന്ന് അവരോട് ചോദിക്കുന്നതായിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഇവരുമായിട്ട് കുശലാന്വേഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, അവൻ്റെ മകൾ റാഹേൽ അതാ ആടുകളോട് കൂടെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് നോക്കുമ്പോൾ ആടുകളുടെ കൂടെ റാഹേൽ വരുന്നത് താൻ കണ്ടു. ആ അങ്ങനെ അവൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, റാഹേലായിരുന്നു അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നത്, അല്ലേ? വളരെ രസകരമായിരിക്കുന്ന ഒരു ഭാഗമാണ് ആ ഭാഗം എന്ന് പറയുന്നത്. കാരണം റാഹേൽ ആടുകളെ മേയ്ക്കുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം, അവരുടേതായിരിക്കുന്ന അഹോവൃത്തിക്ക് അവരുടെ ജോലിയായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. വളരെ അധ്വാനിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് റാഹേൽ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചിന്തിക്കാവുന്നതാണ്. കാരണം യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അമ്മയായിരിക്കുന്ന റിബേക്കയും ഇതുപോലെ അല്ലേ, എത്രയോ ഒട്ടകങ്ങൾക്ക് 10 ഒട്ടകങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം കോരിക്കൊടുത്ത ചരിത്രമൊക്കെ നമുക്കറിയാം. ഇവിടെയും ഇതുപോലെ തന്നെ ആടുകളെയൊക്കെ മേയിച്ചു കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു റാഹേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ റാഹേലിനെ കണ്ടപ്പോൾ യാക്കോബ് അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ് നമുക്ക് വചനത്തിൽ എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇവരൊരുമിച്ച് അവളുടെ വീട്ടിലേക്ക് പോവുകയും അങ്ങനെ ലാബാനോട് വിവരമെല്ലാം പറയുന്നു. അപ്പോൾ ലാബാൻ പറയുന്ന കാര്യമുണ്ട്. ലാബാൻ എന്ന് പറയുന്നത് റിബേക്കയുടെ ബ്രദറാണ്, അതായത് റാഹേലിൻ്റെ അപ്പനാണ്. അപ്പോൾ അവരൊരുമിച്ച് വീട്ടിലെത്തി. അപ്പോൾ ലാബാൻ അവനോട് പറയുകയാണ്, നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അവനൊരു മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. അത് കഴിഞ്ഞിട്ട് ലാബാൻ യാക്കോബിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ എന്തിനാണ് എന്നെ വെറുതെ സേവിക്കുന്നത്? നിനക്ക് എന്താണ് പ്രതിഫലം വേണ്ടത് എന്ന് ലാബാൻ ചോദിക്കുന്നു. അപ്പോൾ ലാബാന് 2 പുത്രിമാരുണ്ട്. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നുമാണ് പേര്. അപ്പോൾ 2 പെൺമക്കളുള്ളതായിരിക്കുന്ന ലാബാൻ ഇവനോട് ചോദിക്കുകയാണ്, യാക്കോബിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് പ്രതിഫലം വേണ്ടത്? അപ്പം യാക്കോബ് നമുക്ക് താഴേക്കുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇവരുടെ രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതാണ്, റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ചേച്ചിയെക്കാളും അനിയത്തിയാണ് കുറച്ചുകൂടെ സുന്ദരിയെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, റാഹേലിനെയാണ് യാക്കോബിന് കൂടുതൽ ഇഷ്ടം. ഇതിൽ കാണുമ്പോൾ തന്നെ ഒരു പക്ഷേ അവളെ ഇഷ്ടപ്പെട്ട് കാണും. എന്തായാലും യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചുവെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നിൻ്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ പറഞ്ഞു, ശരി, അവളെ വേറൊരു പുരുഷന് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നിനക്ക് തന്നെ തരുന്നു, അതുകൊണ്ട് നീ എൻ്റെ കൂടെ പാർക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ 7 സംവത്സരം യാക്കോബ് റാഹേലിന് വേണ്ടി അധ്വാനിച്ചു. അതവന് അല്പകാലം പോലെ തോന്നി. കാരണം നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്താലും നമുക്കതിനകത്ത് ഒരു വലിയ കഷ്ടപ്പാട് നമുക്ക് തോന്നത്തില്ല. കാരണം നമുക്ക് വേണ്ടുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എന്നുള്ളതിൻ്റെ പിന്നിലെ കാരണം, നമ്മൾ സ്നേഹിച്ചും കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. പലപ്പോഴും സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ അധ്വാനിക്കുമ്പോഴൊക്കെ പിറുപിറുപ്പ് വരുന്നതിൻ്റെ
പിന്നിലെ കാരണം. പക്ഷെ നമുക്ക് തോന്നും നമുക്ക് സ്നേഹമുണ്ട്, പക്ഷേ നമ്മളത് പിറുപിറുത്തും കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ, യഥാർത്ഥ സ്നേഹത്തിനകത്ത് പിറുപിറുപ്പില്ല, അല്ലേ, യഥാർത്ഥ സ്നേഹത്തിനകത്ത് ഒരു പരാതിയില്ല, അല്ലേ. 1 കൊരിന്ത്യർ 13 വായിച്ചു കഴിയുമ്പോൾ സ്നേഹം എല്ലാത്തെയും കവർ ചെയ്യും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിലും, അല്ലേ, പോരായ്മകളൊക്കെ ഉണ്ട് എങ്കിലും, ആ സ്നേഹം എന്ന് പറയുന്നത് അതിനെയെല്ലാം കവർ ചെയ്യും. കുറിച്ച് ഒരു പരാതിപ്പെടാനോ അതിനെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ടോടെ സംസാരിക്കാനോ ഒന്നും ഇടയായി തീരത്തില്ല എന്നുള്ളത് നമ്മളും ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അവനതൊരു അല്പകാലം പോലെ മാത്രമേ തോന്നിയുള്ളൂ. കാരണം അവളോടുള്ളതായിരിക്കുന്ന തികഞ്ഞ സ്നേഹം കാരണം കൊണ്ട്. താഴേക്ക് വന്നു കഴിയുമ്പോൾ ലാബാൻ ഒരു വിരുന്ന് കഴിക്കുന്നു. ആ രാത്രിയിൽ ജനത്തെയെല്ലാം ലാബാൻ വിളിച്ചു കൂട്ടി. തൻ്റെ മകൾ ലേയെ കൂട്ടി ആ രാത്രിയിൽ യാക്കോബിൻ്റെ റൂമിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഇവൻ അറിയുന്നില്ല, യാക്കോബ് അറിയുന്നില്ല ഇത് മൂത്ത മകൾ ലേയാണ് എന്ന്, അല്ലേ. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാണ് യാക്കോബ് അറിയുന്നത് ഇത് ലേയെ ആണ് തൻ്റെ അടുക്കൽ ആ രാത്രി ലാബാൻ കൊണ്ടുവന്ന് വിട്ടത് എന്ന്. അപ്പോൾ യാക്കോബ് ലാബാനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ റാഹേലിന് വേണ്ടിയല്ലയോ നിന്നെ സേവിച്ചത്, നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കിക്കൊള്ളണം. യാക്കോബ് ഒരാളെ ചതിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലേ. എൻ്റെ അപ്പനെന്നെ ഉപായി എന്നൊക്കെ പറയുമെന്ന് യാക്കോബ് പറഞ്ഞതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു ഉപായമുള്ളവനായിരുന്നു, ഒരു ചതി ഉള്ളവനായിരുന്നു ഈ യാക്കോബ് എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയും. പക്ഷെ അവൻ എത്തപ്പെട്ട ഇടവും അതിലും വലുതായിരിക്കുന്ന ഒരു ചതി തൻ്റെ ജീവിതത്തിനകത്ത് കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. വചനം പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിനകത്ത്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന്. അല്ലെ, ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യും. ഞാനും നിങ്ങളും ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തിക്ക് ഈ ഭൂമിയിൽ വെച്ച് നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നുള്ളത് മറക്കരുത്. നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഇനി ദൈവം നമ്മളെ സ്വർഗത്തിലേക്ക് എടുത്തതിന് ശേഷം അവിടെ വീണ്ടും ഒരു ശുദ്ധീകരണം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികൾക്കുള്ള പ്രതിഫലങ്ങൾ ഇവിടെ വെച്ച് തന്നെ ചില തിരിച്ചടികളുമൊക്കെ നമുക്ക് ലഭിക്കുവാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് മനസ്സിലാക്കി വേണം വിശ്വാസികളായിരിക്കുന്ന പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് എന്ന് ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. ഗലാത്യ ലേഖനം 6:7 ഇങ്ങനെ വായിക്കുന്നു, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ യാക്കോബ് പറയുകയാണ്, ലാബാനെ, നീ എന്നെ ചതിച്ചുവല്ലോ, ഞാൻ റാഹേലിന് വേണ്ടിയല്ലേ നിന്നെ സേവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ലാബാൻ പറയുന്നുണ്ട്, മൂത്തവളെ കൊടുത്തിട്ടാണ് ഇളയവളെ കൊടുക്കത്തുള്ളൂ, അതാണ് ഞങ്ങളുടെ ഇടയിലെ പതിവ്. ഇനിയും 7 സംവത്സരം നിനക്ക് നീ എന്നെ സേവിച്ചാൽ ഈ റാഹേലിനെ നിനക്ക് തരാം. എന്തായാലും റാഹേലിനോടുള്ള സ്നേഹം മുഖാന്തരം അങ്ങനെ റാഹേലിനെ വേണ്ടിയിട്ട് ഈ ലാബാനെ സേവിക്കുവാനായിട്ട് താൻ റെഡിയാവുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. റാഹേലിൻ്റെ അടുക്കൽ ഇതുപോലെ തന്നെ ഒരു സമയമായപ്പോൾ റാഹേലിനെ ഭാര്യയായിട്ട് 7 വർഷം കഴിഞ്ഞപ്പോൾ ലാബാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു കാര്യം, ഈ റാഹേലിനോട് യാക്കോബിന് അധികം സ്നേഹമായിരുന്നു, ഈ ലേയെ അത്ര ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ദൈവം ഒരു കാര്യം കണ്ടു എന്ന് നമുക്ക് കാണാം. അതിൻ്റെ 31 വാക്യം, 29 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു, റാഹേലോ മച്ചിയായിരുന്നു. യാക്കോബ് ഒത്തിരി സ്നേഹിക്കുന്നതായിരിക്കുന്ന റാഹേലിന് ഗർഭം അടച്ചിരുന്നു. പക്ഷേ ലേയ അനിഷ്ടയായിരിക്കുന്ന വ്യക്തിയുടെ ഗർഭത്തെ ദൈവം തുറന്നു, അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന നിലവാരത്തിലല്ല. എല്ലാ വഴികളും ഒരുപോലെ അടയപ്പെടത്തില്ല, അല്ലേ. ഒരു സൈഡിൽ നിന്ന് ഒരു സ്നേഹവും കിട്ടാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് അവളോട് മനസ്സലിവ് തോന്നുക, അവളുടെ ഗർഭത്തെ ദൈവം തുറക്കുക. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിനകത്താണെങ്കിലും പലപ്പോഴും നമുക്ക് തോന്നും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അനിഷ്ടയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന ഒരു പ്രയോറിറ്റീസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല, മാന്യത കിട്ടുന്നില്ല, അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ പോരായ്മകൾ ഉള്ളവരാണ് എന്നൊക്കെ ഉള്ള സാഹചര്യങ്ങളിലും ഒരു വലിയ ദൈവസ്നേഹം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുവാനായിട്ടിടയായി തീരരുത്. എല്ലാ സ്ഥിതികളെയും മാറ്റുന്നത് ദൈവമാണ്. അത് കഴിഞ്ഞപ്പോൾ താഴേക്ക് എഴുതിയിരിക്കുന്നു, ലേയ അങ്ങനെ 4 മക്കളെ പ്രസവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട്
കഴിയും. ഒന്നാമത്തെ മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ട് ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവന് രൂപേൻ എന്ന് പേരിട്ടു. പക്ഷേ ഭർത്താവ് സ്നേഹിച്ചോ എന്ന് ചോദിച്ചാൽ സ്നേഹിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ദൈവം സങ്കടം കേട്ടു. പക്ഷേ ഭർത്താവ് അവിടെ തിരിഞ്ഞ് ഒരു മകനുണ്ടായല്ലോ എന്ന് വെച്ച് ഒരു വലിയ സ്നേഹമൊന്നും കണ്ടിട്ടില്ല എന്ന് നമുക്ക് അടുത്ത വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഞാൻ അനിഷ്ട എന്ന് യഹോവ കണ്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ശിമെയോൻ എന്ന് പേരിട്ടു. അപ്പോൾ ഈ ശിമെയോൻ ഉണ്ടാവുമ്പോഴും അല്ലേ, ഈ യാക്കോബ് ഇവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഹൃദയത്തിൽ നിന്നുള്ളൊരു സ്നേഹം ഇവളോട് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് ഞാൻ അനിഷ്ട എന്ന് എൻ്റെ ദൈവം കണ്ടതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത്തെ മകനെയും തന്നത്. അപ്പോൾ അവന് ശിമെയോൻ എന്ന് പേരിട്ടു. പക്ഷേ അന്നേരവും നമുക്ക് മനസ്സിലാവും രൂപേനുണ്ടായിട്ടും സ്നേഹം കിട്ടിയില്ല, ശിമെയോനുണ്ടായിട്ടും സ്നേഹം കിട്ടിയില്ല. മൂന്നാമതൊരു മകൻ ഉണ്ടാവുകയാണ്, ലേവി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു മകൻ. ആ മകനുണ്ടായപ്പോൾ സ്നേഹം കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ വാക്യം വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, അപ്പോൾ ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ സമയം വരെയും ഈ യാക്കോബ് ഹൃദയം കൊണ്ട് ലേയോട് പറ്റിച്ചേർന്നിട്ടില്ല. അപ്പോൾ അവൾ അവിടെ അനിഷ്ടയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ മൂന്നാമത്തെ മകൻ അവളെ ലേവി എന്ന് പേരിട്ടു. പക്ഷേ നാലാമത്തെ സമയം വന്നു കഴിയുമ്പോൾ ഈ ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധമല്ല നമുക്കവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇനി ഒരു മാനുഷികമായിരിക്കുന്ന രീതിയിൽ എനിക്ക് സ്നേഹം കിട്ടും, എനിക്ക് സ്നേഹം കിട്ടും, എന്നോട് പറ്റിച്ചേരും, എൻ്റെ അടുക്കിലേക്ക് വരും എന്നുള്ളതായിരിക്കുന്ന ഒരു കൺസെപ്റ്റ് അവളുടെ മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ കാണുന്നത്, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവൾ അവനെ യഹൂദ എന്ന് പേരിട്ടു. നാലാമത്തെ മകൻ യഹൂദ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും അല്ലെ സിറ്റുവേഷനെ നോക്കി നോക്കി നോക്കിയിരുന്ന് നമ്മൾ ഇരിക്കുന്നവരായിട്ടല്ല, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് സ്തുതിയിൽ വസിക്കുന്നവനായിരിക്കുന്ന ആ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സാഹചര്യങ്ങളെ നോക്കി നോക്കിയിരിക്കാതെ നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു ശക്തി പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഇവൾ ആ ഒരു അനിഷ്ടയായിരുന്ന ഇവൾ നാലാമത് മകനെ പ്രസവിച്ച് ഞാൻ ഇപ്പോൾ യഹോവയെ സ്തുതിക്കും. ഹല്ലേലൂയ. എന്തൊക്കെ വന്നാലും സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമാണ്, എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേർന്നിട്ടൊന്നുമില്ല, ഹൃദയം എനിക്ക് തന്നിട്ടില്ല, പക്ഷേ എങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഒരു തീരുമാനത്തിൻ്റെ മുമ്പിൽ അവളവിടെ ആ കുഞ്ഞിന് യഹൂദ എന്ന് പേരിട്ടു. ആ യഹൂദ ഗോത്രത്തിൽ നിന്നാണ്, ആ സ്തുതിയുടേതായിരിക്കുന്ന ആ ഗോത്രത്തിൽ നിന്നാണ് നമ്മുടെ യേശു കർത്താവ് ഉരുവാകുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ ഭൂമിയിലേക്ക് യേശു വരുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്തും ഹല്ലേലൂയ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചില പ്രസ്താവനകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ വലിയ മഹത്വം ഹല്ലേലൂയ മുന്നിൽ നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇപ്പോൾ കാണുന്നതിനെ നോക്കാതെ മുന്നിലുള്ളതായിരിക്കുന്ന ദൈവിക പ്രവർത്തികളെ കണ്ട് ആ സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തെ ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലും സ്തുതിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനഭാഗങ്ങൾ ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. കേൾക്കുന്ന ദൈവമക്കളെ ദൈവം ശ്രേഷ്ഠമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ.